ഹേ ഗയ്സ് വെൽക്കം വെരി മച്ച് ചാനൽ ഇറ്റ്സ് മീ വില്ല ഗയ്സ് പുതിയൊരു സബ്സ്ക്രൈബ് എല്ലാവർക്കും സാധനം ഗയ്സ്. അപ്പം നമ്മളെന്തായാലും കുറച്ച് നാളായി യൂട്യൂബ് വീഡിയോ ഇട്ടിട്ട് കാരണമൊന്നുമില്ല. നമ്മളെന്തായാലും ഡെയിലി കേക്ക് ലൈവൊക്കെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ കുറച്ച് താമസിച്ചത്. അപ്പം നമ്മൾ ഒരു ഓഫ് റോഡ് ട്രിപ്പായിട്ട് തന്നെ നമ്മുടെ സ്വന്തം മൂന്നാമത്തെ ചെറുക്കനായിട്ട് ഇവൻ നമ്മുടെ എഡിഷൻ്റെയും കൊടുത്തിട്ടുണ്ട്. ഇവനോട് നമ്മളെന്തായാലും ദ്രോണമെന്ന് കൊടുത്തത് നമ്മുടെ ദ്രോണച്ചെറുക്കന് വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത്. വേറെ എന്തെങ്കിലും പേരിടുന്നത് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ പോകുന്നില്ല. എന്തായാലും ഞാൻ പറഞ്ഞുള്ളൂ. ഈ വീഡിയോ ഫുള്ള് കാണുക മാക്സിമം. നിങ്ങൾ വാച്ച് ചെയ്യാമെന്ന് എനിക്ക് ഒരിടത്തും പ്രതീക്ഷയില്ല. വീഡിയോ ഒരു മിനിറ്റ് വരെ കണ്ട് ബാക്കി ആൾക്കാരെ കാണുന്നുള്ളൂ. ഞാൻ ബെസ്റ്റിന് വേണ്ടി ഇടുന്നതേ ഉള്ളൂ. നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് പോലും എനിക്കറിയത്തില്ല. മാക്സിമം ആൾക്കാർ ഫുൾ കാണാൻ നോക്കുക. പിന്നെ വന്ന് കിക്കി ലൈവ് ഇടുമ്പോൾ ഫോളോ ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. ഫോളോ ചെയ്യാം. അപ്പോൾ ലൈവിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം കാണും. ഈ വണ്ടിയുടെ ലൈറ്റ് വർക്കിന് പോകുന്ന വീഡിയോസ് അങ്ങനെ കുറേ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ നാലാമതൊരു കാറും ഒരു ബസ് കൂടെ എടുത്തിട്ടുണ്ട്. ഒരു ഷെഡ്ഡസ്ത്രമല്ല ഓജസ്ത്ര എന്ന് പറഞ്ഞൊരു ചെറിയ വണ്ടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വണ്ടി എടുത്തിട്ടുണ്ട്. അയ്യോ ഇവിടെ വഴിമാറിപ്പോയി ഇവിടെ വഴിയില്ല. ഇൻസ്റ്റയിൽ അബീസ് വ്ലോഗ് ആൻഡ് ഗെയിമിംഗ് എന്നാണ് നമ്മുടെ ചാനലിൻ്റെ പേരും. പിന്നെ മാറ്റിയിരുന്നു യൂട്യൂബ് ലൈവ് ഇടാമെന്നൊക്കെ ഓർത്തിരിക്കുകയാണ്. യൂട്യൂബ് ലൈവ് ഇട്ട ഒറ്റ വാച്ചിങ് ഇല്ലേസ് എനിക്ക്. അതുകൊണ്ടാണ് പിന്നെ കേക്ക് ലൈവ് ഇടുന്നത്. 5-6 പേര് എടുത്തിട്ടുണ്ട്. നമ്മളെന്തായാലും ഓഫ് റോഡ് ട്രിപ്പ് ആണിത്. നമ്മളെന്തായാലും ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ല, ഒട്ടും ഇല്ലാത്ത വണ്ടിയാണ്. നമ്മൾ പേടിക്കണ്ട. വഴി ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. കൊത്ര കൊണ്ടെന്തായാലും ഞാൻ മൊത്തം പോകുന്നുണ്ട്. മാക്സിമം വീഡിയോ നിങ്ങൾ കാണുകയാണെങ്കിൽ ഞാൻ എൻ്റെ പാർട്ട് 2 ഇറക്കാം. അവനൊന്നും നോക്കാതെ കിടക്കുന്നു. അപ്പുറത്തോട്ടും വഴിയില്ല. ജസ്റ്റ് കറങ്ങി വരും അമ്മ. അവിടെ വണ്ടി കുടുങ്ങിയെന്ന് തോന്നുന്നു. അവിടെ അടി തട്ടൂടാ. വണ്ടി കുടുങ്ങി അവൻ്റെ ഗ്രൗണ്ട് വല്ലാതെ ഇങ്ങനെ താന്നിരിക്കുന്നു. വണ്ടി തട്ടിയുണ്ട്. പിന്നെ എൻ്റെ ഫോണിന് കുറച്ച് ഡാമേജ് ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് പിന്നെ വീഡിയോസ് വരായിരുന്നത്. അടി തട്ടിയടാ. എൻ്റെ അടി തട്ടി ഫോണിൽ മൊത്തം വര വീടിയിരിക്കും. എന്നിട്ടാണ് വീഡിയോ വന്നത്. നീ എന്തിനാടാ ഡാൻസ് കളിക്കുന്നത്? നമ്മളോട് ഇന്ന് ഒരാളുണ്ട്. അവൻ പുറകെ കിടന്നുറങ്ങുവാണ്. നമുക്ക് എടുത്തുകൊണ്ട് പോവാം. നമ്മുടെ സ്വന്തം അറബി പുറകെ കിടന്നുറങ്ങുന്നുണ്ടോ? അറബിയാണ് നമ്മളോട് നിന്നേക്കുന്നത്. നമ്മളോട് അവൻ കില്ലാടിയല്ല. നമ്മളോട് അരുൺ ഇന്ന് വന്നില്ല. അവന് വേറെ ഒരു ടൂറിസ്റ്റ് ബസ് ഓട്ടം കിട്ടി. ഈ അടി തട്ടി കറക്കി എടുത്തേക്കാം. കണ്ടോളൂ. ഇന്ന റോഡാണ് ഇത്. ഇവിടെ മൊത്തം പാടാണല്ലോ. ഇവിടെ എന്നൊക്കെ വണ്ടിയൊക്കെ ചെളി തെറിപ്പിച്ചായിരുന്നു. നോക്കുന്നതും മാപ്പൊന്ന് മാറ്റട്ടെ. ഫോൺ പിന്നെ വീണ് കറുത്തൊക്കെ സൈഡിൽ വന്നിട്ടുണ്ടോ എന്തൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ കൺട്രോൾസ് കുറച്ച് പാടാണ് എനിക്ക്. അതുകൊണ്ടാണ് ഇടയ്ക്ക് ഞാൻ ഓണാക്കുന്നത്. പിന്നെ ഇനി വീഡിയോ വന്ന ശേഷം കമൻറ്റ് ചെയ്യുക. എത്ര നേരം പോലും വീഡിയോ എല്ലാം കണ്ടോയെന്ന് പോലും എനിക്കറിയത്തില്ല. പിന്നെ നമ്മുടെ ചാനലിൽ മോണിറ്റൈസേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് 1K സബ്ബാകണം. മോണിറ്റൈസേഷൻ കിട്ടുവാണെങ്കിൽ എന്തായാലും മെമ്പർഷിപ്പ് എടുക്കാം. മാക്സിമം ആൾക്കാർ എടുക്കാൻ നോക്കാം. കിക്കി ലൈവ് ഇടുമ്പോൾ കുറച്ച് ആൾക്കാർ എനിക്ക് മറ്റേ GP ID വെക്കുമ്പോൾ സൂപ്പർ ചാറ്റില്ല GP വരുന്നുണ്ട്. യൂട്യൂബ് ലൈവ് വെക്കുമ്പോൾ ഞാൻ ഇടുന്നില്ല. കിക്ക് വരുവാണ്. ഒറ്റ ലൈവ് കണ്ടിട്ടുള്ളൂ. അപ്പോൾ തന്നെ എനിക്കൊരു 59 രൂപ കിട്ടിയടാ. 10 രൂപ വെച്ച സ്ക്രീനിൽ കാണിക്കും. പിന്നെ PC യിലായിരുന്നു ഞാൻ രണ്ടാഴ്ച ലൈവ് വന്നായിരുന്നു. 2 ആഴ്ച മുന്നേ ലൈവ് വന്നായിരുന്നു PC ലൈയോ. ഇടിച്ച് കയറ്റിപ്പോയി. കുഴപ്പമില്ല. നമുക്ക് PC ലൈവ് വന്നായിരുന്നു. PC ഫേസ് ക്യാമ്പ് ഇത്തായിരുന്നു ലൈവ്. അപ്പോൾ നിങ്ങളതിൽ ഉണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കൊരു 100 വാച്ചിങ് ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങളുണ്ടായിരുന്നെങ്കിൽ വൈബായിരുന്നു തന്നെ. ചാറ്റിൽ ആൾക്കാരൊക്കെ അത്ര ആക്റ്റീവ് അല്ലാണ്. 14 പേരുകളുണ്ടായിരുന്നു ചാറ്റിൽ. പിന്നെ ആളുടെ യൂട്യൂബ്സിനോട് മൾട്ടി പ്ലെയർ കളിക്കണേ. ഭാഗ്യം നമ്മൾ അറിയാവുന്നവരാണ് വിളിച്ചിട്ട്. നമ്മുടെ അരുൺ പോയേക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ മൊത്തം ഇവിടെയാണ്. പിന്നെ ഏതെങ്കിലും യൂട്യൂബ്സിനോട് മൾട്ടി പ്ലെയർ ആണെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. എന്തായാലും ഈ വീഡിയോ ഞാൻ നവൻ ബ്രോയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. കാരണം ബ്രോയോട് എനിക്കൊന്ന് മൾട്ടിപ്ലെയർ കളിക്കുന്നുണ്ട്. നവൻ ബ്രോയുടെ കളിക്കണം. നിങ്ങൾ എന്തായാലും 3 സെക്കൻഡ് കമൻറ്റ് ചെയ്യുക. ഇത് കൊക്കയാണോടാ? ഇങ്ങനൊരു വടി ആരും ഒരു വേഴി പോലും വെച്ചില്ലല്ലോടാ. പിന്നെ വണ്ടിയുടെ അകത്തെ നമ്മളെന്തായാലും ഈ ഒരു ഇതിൽ എന്നാ ആസ്ട്രോണറ്റിൻ്റെ ഇതല്ലായിരുന്നു. ഒരു ഗ്രീൻ ഒരു സോളിൻ്റെ ഇതായിരുന്നു. അത് പിന്നെ ഞാൻ മാറ്റിയതാണ്.
ആക്കിയാണ്. പിന്നെ കുറച്ച് അപ്ഡേറ്റ് ചെയ്താണ് വണ്ടിക്കകത്ത്. ഇതൊരു ബ്ലാക്ക് തീം അല്ലായിരുന്നു, ഇത് റെഡ് തീമായിരുന്നു. ഓൾറെഡി നമ്മുടെ രണ്ടാമത്തെ ദാവീദിന് റെഡ് തീമാണ്, നമ്മുടെ രണ്ടാമത്തെ ചെറുക്കൻ സെഡോണിന്. അതുകൊണ്ടുമ്മേ അതുകൊണ്ട് പിന്നെ റെഡ് തീം എടുത്തില്ല അത്. നമുക്ക് എന്തായാലും അടുത്ത വണ്ടിക്ക് നമ്മളെന്തായാലും റോഡ് വീൽസ് ഒന്ന് പേരിടാൻ പോവാണ്. എന്തായാലും നോക്കട്ടെ. ഇച്ചിരി ഡേഞ്ചറാണ് ഇവിടെ, ഇച്ചിരി ഡേഞ്ചറാണ്. വണ്ടി ഇതുണ്ടെങ്കിൽ കയറി പോവായിരിക്കും. ഇറക്കി നോക്കട്ടെ. ഉയ്യോ ഒരു എംബിടി എൻ്റെ ജസ്റ്റ് ഹൗസിൽ തട്ടിയില്ലടാ. ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ടുണ്ട്, റിവേഴ്സ് എടുക്കുക. ഹാൻഡ് ബ്രേക്ക് ഇടട്ടെ. ഇല്ല, വണ്ടി കറക്റ്റ് തന്നെ തട്ടും. എൻജിൻ ബ്രേക്ക് ഓക്കെ റിവേഴ്സ് എടുത്തിട്ടുണ്ട്. അതിന് പോകാനുള്ള ഗ്യാപ്പ് ഉണ്ടെന്നാണ് തോന്നുന്നത്. പോലി എംബിഡിയടാ, ഭാഗ്യത്തിന് പിടിച്ചില്ലടാ എംബിഡി. ഇവിടെ കണ്ടോ അടി തട്ടി, വണ്ടിക്ക് ഒട്ടും ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ലടാ. അടി തട്ടി ഒരഞ്ഞു പെടാം. ലിപ്പ് വെക്കാൻ നോക്കി ഓർത്താ ഞാൻ ലിപ്പ് ഊരി വെച്ചേക്കൊക്കെ തൽക്കാലം. ലിപ്പിട്ട മൊത്തം ഒരഞ്ഞു വേണം. ലിപ്പ് വണ്ടിയുടെ മണ്ടയ്ക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും ഇത് ഇപ്പോൾ ഞാൻ മൊത്തമായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നില്ല, കാരണം ഈ വീഡിയോ മൊത്തം ആരെങ്കിലും ഇപ്പം ഇതുപോലെ ആരെങ്കിലും കാണുന്നുണ്ടോ എനിക്കറിയത്തില്ല. കാണുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിക്കുകയോ കമൻറ്റ് ചെയ്താലും മതി. നിങ്ങളിൽ നിന്ന് പോകുന്നില്ല. പിന്നെ മാക്സിമം ആൾക്കാർ സബ് ചെയ്യണം. കിക്കി ഫോളോ ചെയ്യാം. എൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം, ഇൻസ്റ്റാഗ്രാമിൻ്റെ എൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. പക്ഷേ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. ഇത്രയും നേരം ഈ വീഡിയോ ഉണ്ട്. എല്ലാവർക്കും താങ്ക് യൂസ്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. നമ്മൾ സോറി അപ്പോൾ ഇടയ്ക്ക് വേറെ ഏതൊരു ക്ലിപ്പ് വന്ന് തന്നെ നേരത്തെ എടുത്ത് വെച്ച വീഡിയോയുടെ, അതാണ് നിങ്ങൾ ഇടയ്ക്ക് പകുതി കുറച്ച് മുന്നേ കേട്ടെ. അപ്പോൾ അത് ഞാൻ വീഡിയോ എൻ്റെ ആകുന്നില്ല, കുറച്ചുകൂടെ കഴിഞ്ഞ് നമുക്ക് എന്തായാലും ഉണ്ടാക്കാം. എടാ ഇവിടെ അത്യാവശ്യം ഇച്ചിരി സീനാണെന്ന് തോന്നി. എന്നാലും കത്തിച്ച് വിടുന്നുണ്ട്. അയ്യോ എടാ വണ്ടി ചെരിഞ്ഞ് ഞാൻ വളച്ചത് കുറച്ച് തിരിഞ്ഞു പോയെന്ന് തോന്നുന്നു. കാരണം ഞാൻ അടി തട്ടുമായിട്ട് ഞാൻ കുറച്ച് കയറ്റിയാണ് വളച്ചത്. ഇവിടെ ഹാൻഡ് ബ്രേക്ക് ഇട്ടണോ? ബ്രേക്ക് ഇട്ടാലോ? റിവേഴ്സ് എടുക്കാൻ കുറച്ച് ഇടാ വണ്ടി അടി ഇടിച്ചു. എടാ ഞാൻ ഇവിടെ പെട്ട് കിടക്കുന്നുണ്ടല്ലോ, അതുപോലും കാണാതെ കയറ്റിക്കൊണ്ടു വന്നു കേട്ടോ. ഈ അടി തട്ടി ഇതിൽ പോകുമ്പോൾ കുറച്ച് നമ്മുടെ ദാവീദിനെ കൊണ്ട് വരികയാണ്. ഇത്ര സീനില്ലായിരുന്നു, അവന് അത്യാവശ്യം പൊങ്ങിയായിരിക്കുന്നത് വണ്ടി. എടാ ഞാൻ പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരാം. പെട്ടെന്ന് വരാം. ബൈ.